നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ ലോറിക്കകത്ത് ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ കടുത്ത വെല്ലുവിളിയാണ് അവിടെ നേരിടുന്നത്. ദൌത്യം ഇനിയും എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കനത്ത മഴയാണ് പ്രദേശത്ത് 11 ദിവസമായി അർജുനെ കാണാതായിട്ട്. കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്കോള ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായുള്ള അർജുന് വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഒരുപോലെ തന്നെ പ്രാർത്ഥനയോടെയാണ് അവിടെ രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അപ്പോഴാണ് പ്രതികൂലമായിട്ട് കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശത്ത് കനത്ത മഴയാണെന്നും കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് തെരച്ചിൽ കാലതാമസം നേരിടുന്നതെന്നും അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ പറഞ്ഞു. പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം നാവികസേനയ്ക്ക് രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാദൌത്യത്തിന്റെ ഓരോ വിവരങ്ങളും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്ന നിലയിൽ തെരച്ചിൽ പുരോഗമിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ 11 ദിവസമായി അർജുനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബം. എന്നാലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ അർജുന് വേണ്ടി മറ്റൊരു ജീവൻ കൂടി ബലി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ജിതിൻ പറഞ്ഞു. ഇന്നലെ രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴയും കാറ്റുമാണുള്ളത്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ പുഴയിലെ അടിയൊഴുക്ക് നിരീക്ഷിച്ചാണ് രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. കരയിൽ നിന്ന് 60 മീറ്റർ അകലെയാണ് അർജുന്റെ ട്രാക്ക് ഉള്ളതെന്നാണ് എക്സ്കവേറ്ററിൽ തെളിഞ്ഞത്. ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനകളും ഇന്നലെ നടത്തിയിരുന്നു. മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി തെർമൽ പരിശോധന നടത്തിയെങ്കിലും കനത്ത മഴ കാരണം ദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. കനത്ത മഴയും അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സിന് ഊളിയിട്ട് ലോറിയുടെ ക്യാബിനകത്തേക്ക് എത്താനും സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയും ദൌത്യമായി മുന്നോട്ട് പോകണമെന്ന ആലോചന തുടങ്ങിയിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന് ദൌത്യ സംഘാംഗങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. തെരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനെ ഇന്നലെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നാവികരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. പലവിധത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നും നാവികസേന അറിയിക്കുന്നു. അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് ഉറപ്പില്ല. മുന്നിലുള്ള വലിയ പ്രതിസന്ധിയെന്ന് നാവികസേന വരുത്താനായിട്ടില്ലെന്നും തെരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഇത്രയും വിപുലമായ തെരച്ചിൽ അടുത്ത കാലത്തൊന്നും രാജ്യത്ത് തന്നെ നടന്നിട്ടില്ല. അപകട സമയത്ത് അർജുൻ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്നും ഉറപ്പില്ല. ഗംഗാവലി പുഴയിൽ 2 ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിംഗിൽ 4 ഇടങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ്, രണ്ടാമത്തേത് ടവറും, മൂന്നാമത്തേത് അർജുൻ ഉണ്ടെന്ന് കരുതുന്ന ലോറിയും, നാലാമത്തേത് ടാങ്കറിന്റെ ക്യാബിനുമാണ്. ഇതിൽ മാഗ്നറ്റോമീറ്ററിന്റെ സഹായത്തോടു കൂടി 3 എണ്ണത്തിന്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. നാലാമത്തേതാണ് അറിയാൻ ബാക്കിയുള്ളത്. ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നതും വലിയ വെല്ലുവിളിയാണ്. ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഇന്നലെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി. ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിലും പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം. ഇന്നലെ അത്തരത്തിൽ സിഗ്നൽ ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും അറിയിച്ചു.